പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് 1/0 ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി അതർ ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഒരു സീറോ എന്ന് പറയുന്നത് അടുത്തതിൻ്റെ റെസിപ്രോക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സീറോ അടുത്തതിൻ്റെ റെസിപ്രോക്കലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരു സീറോ ആൽഫയാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത സീറോ 1/α ആയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഒരു സീറോ ബീറ്റയാണ് എടുക്കുന്നതെങ്കിൽ അടുത്തത് 1/β ആയിട്ട് എടുക്കുക. അപ്പോൾ ഒരു സീറോ അടുത്തതിൻ്റെ റെസിപ്രോക്കലാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സീറോ ആൽഫയായിട്ട് എടുക്കുന്നു. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? അടുത്തതിൻ്റെ റെസിപ്രോക്കലായിരിക്കും. ദാറ്റ് ഈസ് 1/α. അപ്പോൾ സീറോസ് എന്തൊക്കെ വരും? ആൽഫയും 1/α. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലെറ്റ് 1/0 ബി ആൽഫ ആൻഡ് അതർ സീറോ ബി 1/α. ഇനി നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? ax² പ്ലസ് bx പ്ലസ് സിയുടെ ഫോമിലാണ് നമ്മുടെ പോളിനോമിയൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കെ ഉള്ളത് ഏത് ടേമിലാണ് എന്ന് നോക്കണം. കെ ഇവിടെ ഉള്ളത് ഏത് ടേമിലാണ്? സിയിലാണ് കെ ഉള്ളത്. അപ്പോൾ C/A എന്ന് വരുന്നത് എന്താണ്? പ്രൊഡക്റ്റാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? സീറോസിൻ്റെ പ്രൊഡക്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സമ്മും കൂടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളോട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കെ വരുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക. ഇനി ബിയിലാണ് കെ ഉള്ളതെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? -b/a, അതായത് സമ്മ് കണ്ടുപിടിക്കണം. ഇപ്പം നമുക്കിവിടെ കെ ഉള്ളത് സിയിലാണ്, അതുകൊണ്ട് C/A, അതായത് നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൽഫ ബീറ്റ = C/A. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ആൽഫ ബീറ്റ എന്ന് എഴുതണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീറോസ് എടുത്തിരിക്കുന്ന ആൽഫയും 1/α ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്നങ്ങ് എഴുതിയാൽ മതി കേട്ടോ. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് C/A. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സീറോസ് എന്തൊക്കെയായിരുന്നു? ആൽഫയും 1/α. അപ്പം ആൽഫ ഇൻറ്റു 1/α C/A. സി ഇവിടെ എന്താണ്? നെഗറ്റീവ് ഓഫ് കെ മൈനസ് 2/A ഈസ് 6. ഇവിടെ ആൽഫയും കട്ടായിപ്പോൾ ബാക്കി 1 മാത്രമേ ഉള്ളൂ. 1 ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പം -k + 2/6 എന്നാവും. 6 ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? 6 -k + 2 എന്നായി. ഇനി ഞാൻ 2വിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? -k = 2 ഇവിടെ വരുമ്പോൾ 6 - 2 ദാറ്റ് ഈസ് 4. -k = 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ k എന്തായിരിക്കും? k = -4. കെയുടെ വാല്യൂ നമുക്ക് -4 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 1/0 ഓഫ് ദി പോളിനോമിയൽ ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി അതർ. ഇത് എടുക്കുന്നത് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് എടുത്താൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സോ ദാറ്റ് ദ പോളിനോമിയൽ ഹാസ് 2 ഈക്വൽ റൂട്ട്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിന് 2 ഈക്വൽ റൂട്ട്സ് ആണുള്ളത്. നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ ഇവിടെ എന്താണ്? px × x - 3 + 9 = 0 എന്നാണ് നമ്മുടെ പോളിനോമിയൽ ഉള്ളത്. ഇത് ഏത് ഫോമിലല്ല? ax² + bx + cയുടെ ഫോമിലല്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? px കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ px² എന്ന് കിട്ടും. px കൊണ്ട് 3യെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3px എന്ന് കിട്ടും. +9 = 0. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 2 ഈക്വൽ റൂട്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആൽഫ ബീറ്റ, 2 റൂട്ട്സും ഈക്വലാണ്. അപ്പോൾ ആൽഫ ബീറ്റ എന്നുള്ള ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കണം. അപ്പോൾ പി കണ്ടുപിടിക്കണമെങ്കിൽ ആൽഫയും ബീറ്റയും എന്താണെന്നുള്ളത് നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് സീറോസ് കണ്ടുപിടിക്കാം. ആൽഫ + ബീറ്റ, സം ഓഫ് സീറോസ്. ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് -b/a.
അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ -3 ആണ്. -3യും നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും ബൈ എ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ 3/p എന്ന് കിട്ടി. സോറി, -3 ബി എന്ന് പറയുന്നത് -3p ആണ് കേട്ടോ. ഇവിടെ ഒരു പിയും കൂടെ ഉണ്ട്. അപ്പോൾ പിയും പിയും ക്യാൻസലായി പോവും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. പിന്നെന്താണ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ, ദാറ്റ് ഈസ് c/a. c എന്ന് പറയുന്നത് 9 ആണ്, a എന്ന് പറയുന്നത് p. അപ്പം 9/p എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൽഫയും ബീറ്റയും ഈക്വൽ ആയതുകൊണ്ട് ഈ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 3 എന്നുള്ള ഈ ഇക്വേഷനകത്തോട്ട് ഞാൻ ബീറ്റയ്ക്ക് പകരം ആൽഫയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു 2 ആൽഫ ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. ആൽഫ ഈസ് ഈക്വൽ ടു 3/2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബീറ്റയും കൂടെ കണ്ടുപിടിക്കണം. ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയ ആൽഫയുടെ വാല്യൂവിനെ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 3/2 ബീറ്റ ഈസ് ഈക്വൽ ടു 9/p. ബീറ്റ ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പം 9 × 2/p × 3 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ 3യും 9ഉം കൂടെ കട്ട് ചെയ്ത് 3 ആകും. അപ്പോൾ 6/p എന്ന് നമുക്ക് കിട്ടി. ആൽഫ ഈസ് 3/2, ബീറ്റ ഈസ് 6/p. നമ്മളോട് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 3/2 ഈസ് ഈക്വൽ ടു 6/p. അപ്പോൾ p കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 6 2s are 12 ഈസ് ഈക്വൽ ടു 3p. ഇതിന് p ഈസ് ഈക്വൽ ടു എന്ത് വരും? 12/3 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. പിയുടെ വാല്യൂ 4 എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തതെന്ന്? ആദ്യം നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആൽഫ ബീറ്റ കണ്ടുപിടിക്കുന്നു. നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ തന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ബീറ്റയ്ക്ക് ഞാൻ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2 ആൽഫ ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അതിൽ നിന്ന് ആൽഫ ഈസ് ഈക്വൽ ടു 3/2. ആൽഫ ബീറ്റ നമുക്ക് 9/p ആണ് കിട്ടിയത്. ഇതിലേക്ക് ഞാൻ ഈ കിട്ടിയ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബീറ്റയുടെ വാല്യൂ കിട്ടും. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആൽഫയുടെ പ്ലേസിൽ 3/2 ഇടുന്നു. ബീറ്റയുടെ പ്ലേസിൽ ബീറ്റയുടെ കിട്ടിയ 6/p ഇടുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പോളിനോമിയൽ ദ പ്രൊഡക്റ്റ് ആൻഡ് സം ഓഫ് ഹൂസ് സീറോസ് ആർ -9/2 ആൻഡ് -3/2. അപ്പോൾ നമുക്കിവിടെ സീറോസിൻ്റെ പ്രൊഡക്റ്റും സമ്മും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പോളിനോമിയൽ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് -9/2 എന്ന് തന്നിരിക്കുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ആണ് നമുക്ക് -9/2 എന്ന് തന്നിരിക്കുന്നത്. സമ്മായിട്ട് തന്നിരിക്കുന്നത് -3/2 ആണ്. അപ്പോൾ അത് നിങ്ങൾ തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ലെറ്റ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ബി zeros of the polynomial be alpha and beta. Then alpha plus beta is equal to sum എന്താണ്? -3/2. ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് -9/2. ഇനി നമ്മുടെ പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ദ പോളിനോമിയൽ is given as എന്താണ്? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതിലേക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെയും ആൽഫ ബീറ്റയുടെയും പ്ലേസിലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് -3/2 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് -9/2. ഇതിനെ എങ്ങനെ എഴുതാം? x² മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. പ്ലസ് 3/2 എക്സ് മൈനസ് 9/2 ഇസ് ഈക്വൽ ടു 0 ഉണ്ട് കേട്ടോ. ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മളിവിടെ LCM എടുക്കുമ്പോൾ എന്ത് വരും? LCM ഈസ് 2. അപ്പോൾ ഇവിടെ ഇതെന്താവും? 2x² എന്നാവും. 2x² പ്ലസ് 3x മൈനസ്
9. ഇവിടെ ഡിനോമിനേറ്ററിൽ 2 വരും. ആ 2 ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് പോകുമ്പം 0 ഇൻറ്റു 2 ദാറ്റ് ഈസ് 0. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്തായി 2x² + 3x - 9 = 0. അപ്പോൾ നിങ്ങൾക്ക് ഫ്രാക്ഷനിലാണ് സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ LCM എടുത്തിട്ട് അതിൻ്റെ ഡിനോമിനേറ്റർ ഇല്ലാതെ ഈ ഒരു ഫോമിലാക്കി എഴുതണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളേ.